നമ്മളിപ്പോൾ 9th ചാപ്റ്ററിലേക്ക് 1 തൊട്ട് 12 വരെ. 5-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു. പാതാള ഗർത്തത്തിന്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു. അത് പാതാള ഗർത്തം തുറന്നു. അവിടെ നിന്ന് വലിയ തീച്ചൂളയിൽ നിന്ന് എന്ന പോലെ പുക പൊങ്ങി. 1ഉം 2ലും നമ്മളിപ്പോൾ വായിച്ചത് ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ സ്റ്റാർ ഹാഡ് ഫോളൻ ഫ്രം ദ സ്കൈ. അതായത് അതൊരു ഫോളൻ ഏഞ്ചലിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, അതായത് സേറ്റൻ. ഇതിനെക്കുറിച്ച് നമ്മൾ ഏഷ്യ 14:12 തൊട്ട് 14 വരെയും ലൂക്ക 10:18 വെളിപാടിലെ 12:7-9 വായിക്കുന്നതാണ്. അപ്പോൾ അതിൽ ലൂക്ക 10:18 വായിക്കാം. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇത് ദൈവം അനുവദിക്കുന്നതാണ്. ഗോഡ് അലൗസ് ടു ഓപ്പൺ ദ പാസേജ് ടു ദ അബേസ് ആൻഡ് റിലീസ് ദ ഈവിൾ ഫോഴ്സസ് റിസൈഡിങ് ദർ. അപ്പോൾ ദൈവം അവിടെ ഈ പിശാചിന് അനുവാദം കൊടുക്കുകയാണ്. ഈ പറയുന്ന ട്രംഫറ്റിലുള്ള, അതായത് മനുഷ്യരോട് 2 രീതിയിലാണ്. ഒന്ന് കഠിനമായ ടോർമെൻറ്റ്, അതായത് വെട്ടുകിളികൾ വിട്ടിട്ടുള്ള സാധനം 5 ആണ്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെ കൊല്ലുന്നത് ഭീകര ജീവികളാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഉള്ള മുദ്ര എന്താണ്? ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക, കൺഫർമേഷനിൽ ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് വിശുദ്ധിയിലായിരിക്കുക, ഈശോയെ അനുഗമിക്കുക, വ്യാജം പറയാതിരിക്കുക, നിഷ്കളങ്കരായിരിക്കുക. അപ്പോൾ 1,44,000 ഈ പറയുന്ന ഇനിയും മറുതലിച്ച് നിൽക്കുന്നവർ സാക്ഷികളായിട്ടാണ് ജീവിക്കുന്നത്. മറുതലിക്കുന്നവർക്ക് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ് പിന്നെയുള്ള തുടങ്ങുന്നത്, ട്രംഫറ്റ് തുടങ്ങിയത്. നമ്മൾ അങ്ങനെയാണ് തുടങ്ങി വെച്ചേക്കണേ. അതിൽ 4 ട്രംഫറ്റ് ഏതായിരുന്നു? 1 ഭൂമിയെ സംബന്ധിക്കുന്ന കാര്യം, 2 സമുദ്രത്തെ സംബന്ധിക്കാൻ, പിന്നെ റിവർ ആൻഡ് ഫൗണ്ടേഷൻ, പിന്നെ കോസ്മിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നടക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ഒരു സൈലൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം ജഡ്ജ്മെന്റ്സ്, ഫയർ, ഇതെല്ലാം കൂടി ഇതെല്ലാം ഷെയർ ചെയ്ത്. ഇനി ഇവിടെ നിന്നുള്ളത് ആൾക്കാരെ സംബന്ധിക്കുന്നതാണ്. ഇതുവരെ പ്രകൃതിയെ സംബന്ധിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന പാത്രത്തിലും ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. ദൈവം അലൗ ചെയ്യുന്നു. എന്തിന് അലൗ ചെയ്യുന്നു? ദൈവം അനുവദിക്കുന്നതിന് എപ്പോഴും ഒരു കാരണമുണ്ട്. അത് ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വചനത്തിലുണ്ട്. ദൈവം എന്തുകൊണ്ട് ഇത്ര കഠിനമായ ഒരു പ്രൊസീജിയർ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു സിവിയർ മേഴ്സി എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം എന്തുകൊണ്ട് ദൈവം. അപ്പോൾ ലാസ്റ്റ് മൊമെന്റ് എങ്ങനെയെങ്കിലും ഇവർക്കൊരു സെൻസ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. സാധാരണ രീതിയിൽ സെൻസ് ആവുന്നില്ല. ഇത്രയും വലിയ ഭൂകമ്പവും കാര്യമുണ്ട്, ഒക്കെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സമയത്തും പോലും അനുദപിക്കാത്തവർക്ക് വീണ്ടും ദൈവം ചാൻസ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനാണ് ദൈവം. അപ്പോൾ അതൊന്ന് വായിക്കാം. വീണ്ടും നമ്മളിത് വായിക്കണം. 9, 20, 21. ഈ മഹാമാരികൾ നിമിത്തം മൃതരാകാതെ അവശേഷിച്ചവർ തങ്ങളുടെ കരവേലയെ പറ്റി അനുദപിക്കുകയോ പിശാചുക്കളെ. പർപ്പസ് അതാണ്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുതാപത്തിലേക്ക് കൊണ്ടുവരാ. ഇത് ദയയുടെ വേറൊരു ഫേസ് ആണ്. ഇത് ഡിവൈൻ മേഴ്സി, അപ്പുറത്ത് സിവിയർ മേഴ്സി. അവിടെ നമ്മൾ പറഞ്ഞ ഒരു സ്മോക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ? അത് ജനസിസ് 19:28 സോദോം ഗൊമോറയ്ക്കുടെ സംഭവമല്ലേ? അതിനെയാണ് കുറിച്ച് പറയുന്നത്. 9:3 മുതൽ 6 വരെ വായിക്കാം. ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു. തേളുകളുടേതുപോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ അല്ലാതെ മറ്റാരെയും ഭൂമിയിലെ പുല്ലിനെയോ പച്ചച്ചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് അവയോട് കൽപ്പിച്ചു. ഇപ്പോൾ ടോർമെന്റിംഗ് ആണ് തുടങ്ങിയേക്കുന്നത്. ഇവിടെ കൊല്ലുന്നില്ല കേട്ടോ. ഇതൊരു പ്രത്യേകതയാണ്. ഇവിടെ ടോർമെന്റ് കൊടുക്കുള്ളൂ. ഞെരുക്കാണ് അവിടെ. അതായത് അത്രയും ശക്തമായ ഞെരുക്കം കൊടുക്കുകയാണ്. അതായത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അതെന്തിനാ അങ്ങനെ ചെയ്യണേന്ന് ചോദിക്കണം നമ്മൾ. അതെന്തിനാണ്? ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഇത് ഫറോനോട് ചെയ്ത് നോക്കിയതാണ് അത് പണ്ട്, അല്ലേ? പുറപ്പാട് 10:3 മുതൽ 4 വരെയും 16, 17 വരെയും. അതുപോലെ യൂദയോട് ഇത് ദൈവം ജോയലിന്റെ കാലഘട്ടത്തിൽ ചെയ്തു നോക്കിയതാണ്, വെട്ടുകിളികളെ കുറിച്ച് ഉണ്ടല്ലോ. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അതാണ് ഈ ദർശനം ഒന്നും
വേറെ എവിടുന്നോ വരുന്നതല്ല, വചനത്തിലുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ കാണുന്ന ദർശനങ്ങളും ഇതിനോട് ചേർന്നായിട്ട് വരുന്നതായിരിക്കുള്ളൂ. ജോയൽ 2:12-16 വരെ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സ് മാറ്റി ശിക്ഷ പിൻവലിച്ച് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം തരികയില്ലെന്ന് ആരറിഞ്ഞു. ഈ വിട്ടുകളി എക്സഡസിൽ പറയുന്നതും ജോയലും പറയുന്നത് വ്യത്യസ്തമായിട്ട്, ദേ ഹാവ് നോട്ട് ദ വെജിറ്റേഷൻ ബട്ട് പീപ്പിൾ, സ്പെഷ്യലി ദോസ് ഹു ഡു നോട്ട് ഹാവ് ദ സീൽ ഓഫ് ഗോഡ് ഓൺ ദെയർ ഹെഡ്. ഇവർക്കാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ ക്രോധം ആർക്കുള്ളതാണ്? ദൈവത്തെ സ്വീകരിക്കാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. 9:4 ഒന്ന് വായിക്കും. 9 ദൈവത്തിന് ഇല്ലാത്ത മനുഷ്യരെ അല്ലാതെ മറ്റാരെയും ഭൂമിയിലെ പുല്ലിനെയോ പച്ചച്ചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് അവയോട് കൽപ്പിച്ചു. 5 മാസത്തെ കാര്യം പറയുന്നുണ്ട്. മനുഷ്യരെ കൊല്ലാനല്ല, 5 മാസം പീഡിപ്പിച്ച് ഞെരുക്കാനാണ് അവയ്ക്ക് അനുവാദം നൽകപ്പെട്ടത്. ബിബ്ലിക്കൽ അർത്ഥം ഇത് ഷോർട്ട് പീരിയഡ് ഓഫ് ഇൻറ്റൻസ് സഫറിങ്. ലേവ്യർ 26:8, അതായത് ന്യായാധിപന്മാർ 7:30, 1 കൊരിന്തോസ് 14:19, മത്തായി 14:17, മർക്കോസ് 6:38, ലൂക്ക 9:13, ലൂക്ക 12:6, ലേവ്യർ 26:8. നിങ്ങൾ 5 പേർ 100 പേരെയും 100 പേർ 10,000 പേരെയും ഓടിക്കും. ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. 1 കൊരിന്തോസ് 14:19 വായിച്ചു. എങ്കിലും സഭയിൽ 10,000 വാക്കുകൾ ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നതിന് 5 വാക്കുകൾ ബോധപൂർവം സംസാരിക്കും. 5 വാക്കുകൾ, അതായത് കുറച്ച് എന്നുള്ളതാണ് എപ്പോഴും ഈ ബൈബിളിൽ 5 എന്ന് പറയുന്നത് കുറച്ചെന്നാണ് അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡയബോളിക്കൽ നേച്ചർ അറിയാൻ വേണ്ടിയിട്ട്, ഈ വെട്ടുക്കിളിയുടെ ഡയബോളിക്കൽ നേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് അടുത്തത്. വെളിപാടിൻ്റെ 9:7-9 വരെ വായിക്കാം. വെട്ടുക്കിളികൾ പഴക്കോപ്പണിഞ്ഞ സദൃശ്യമായി. നേച്ചർ കാണിക്കുന്നത് അവർക്കിങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ടോ? ഇത് പൈശാചികമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ജോയൽ 2:4-7 വരെ വായിക്കും. ഒരു ആർമി ആയിട്ടാണ് വരുന്നവര്. അപ്പം അതിൽ നിന്ന് നമുക്കൊരു സന്ദേശം കൂടിയുണ്ട്. ഒരു പിശാചല്ല ഒരാളെയോ ഒരു സ്ഥലത്തെയോ ആക്രമിക്കുക ഒറ്റയ്ക്ക്. അവരെപ്പോഴും ഗ്രൂപ്പായിട്ടാണ് അറ്റാക്ക് ചെയ്യുക. ഇനി ജോയിലെ 1:6 വായിച്ചേൻ. അതിശക്തവും സംഖ്യാതീതവുമായ ഒരു ജനത എന്റെ ദേശത്തിനെതിരെ വന്നിരിക്കുന്നു. അതിന്റെ പല്ല് സിംഹത്തിന്റെ ദർഷ്ടകൾ സിംഹത്തിന്റെ പോലെ പല്ല്. ഇത് വെട്ടുകിളിയുടെ കാര്യമാണ് ഈ പറയുന്നത്. വളരെ ഒരു വലിയൊരു ഫിഗർ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് 9:10-11 വായിക്കാം. അവയ്ക്ക് തേളുകളുടേതുപോലെ വാലും വിഷമുള്ള ഉണ്ടായിരുന്നു. ഈ വാലുകളിൽ 5 മാസത്തേക്ക് മനുഷ്യരെ പീഡിപ്പിക്കുവാൻ പോകുന്ന ശക്തി ഉണ്ടായിരുന്നു. കണ്ടോ? അത് കഴിഞ്ഞിട്ട് പാതാളത്തിന്റെ ദൂതനാണ് അവയുടെ രാജാവ്. അതാരാണ്? അവന്റെ പേര് ഹെബ്രായ ഭാഷയിൽ അബദോൻ. ഈ അബദോൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഡിസ്ട്രക്ഷൻ ആണ്. ഇനി ഡിസ്ട്രക്ഷൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ എവിടെയാണ് പറഞ്ഞേക്കുന്നത്? യോഹന്നാൻ 10:10. അപ്പൊ കണ്ടില്ലേ, ഇവനാണ് ഈ പണി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഡീമനാണ്. ഈ പിശാചിന്റെ ദൗത്യം എന്താണ്? ഡിസ്ട്രക്ഷനാണ്. ഇനി നമുക്ക് 6th ട്രംപറ്റ് വായിക്കാം. 13-16 വരെ വായിച്ചാൽ മതി. 6ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ദൈവസന്നിധിയിലുള്ള സുവർണ ബലിപീഠത്തിന്റെ 4 വളർകോണുകളിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. അത് കാഹളം പിടിച്ചിരുന്ന 6ാമത്തെ ദൂതനോട് പറഞ്ഞു,
യൂഫ്രട്ടീസ് വൻനദിയുടെ കരയിൽ ബന്ധിതരായി കഴിയുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. അപ്പൊ ആ 4 ദൂതന്മാര് എന്താണ്? ഫോളൻ ഏഞ്ചൽസ് ആണ്. കാരണം ഈ യൂഫ്രട്ടീസ് നദീതീരത്താണ് പല തിന്മകളും നടന്നേക്കുന്നത്. ആദ്യത്തെ പാപം നടന്നിട്ടുള്ളത്, ആദ്യത്തെ കൊലപാതകം നടന്നിട്ടുള്ളത്, കുറേ കാര്യങ്ങൾ തിന്മ നടന്നിട്ടുള്ളൊരു സ്ഥലമാണേത്? യൂഫ്രട്ടീസ് സ്ഥലം. ഇവിടെ തന്നെയാണ് ജീവന്റെ വൃക്ഷം പ്രദേശത്താണ് ഉള്ളത്. അതാണ് അവരെ റിലീസ് ചെയ്യാൻ പറയുന്നത്. എന്തിനാണ് അവരുടെ പണി? അവർക്ക് എന്നിട്ട് എന്താ പണിയുള്ളത്? 1/3 മനുഷ്യരെ തട്ടിക്കളയുക. 15 വായിക്കും. ആ 4 ദൂതന്മാരും വിമോചിതരായി. അവർ മനുഷ്യരിൽ 1/3 കൊന്നൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന മണിക്കൂറിനും ദിവസത്തിനും മാസത്തിനും വർഷത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നവരാണ്. അവർ തയ്യാറാക്കി. ഇനി അവരെ സഹായിക്കുന്ന ഒരു വലിയൊരു ടീമുണ്ട്. എത്രയുണ്ട്? 9:16 അപ്പൊ അത്രയും വലിയ ട്രൂപ്പിനെയാണ് ഇറക്കാൻ പോകുന്നത്. നമ്മുടെ ഈ മൊത്തം 2 കോടി ആൾക്കാരുണ്ടല്ലോ, അതില് കർത്താവിനെ സ്വീകരിക്കാത്തവരെ നിർബന്ധമായിട്ട് തട്ടിക്കളയും. അതായത് ഇനി വേണ്ട, കാരണം അവസാനിപ്പിച്ച് കളയുന്നതാണ് പറഞ്ഞത്. അവര് ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്? യൂഫ്രട്ടീസ് ഭാഗത്താണ് അവർ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഉണ്ടാകുന്നത് ജസ്റ്റ് ബിഫോർ എൻഡ് ഓഫ് ഹിസ്റ്ററിയാണ്. ഈ പറയുന്ന കാര്യം ഉണ്ടാകാൻ ദൈവം വിചാരിച്ചിട്ടുള്ള സമയം 7ാമത്തെ ട്രംഫറ്റ്. ഇതിപ്പോൾ പാർഷ്യൽ ജഡ്ജ്മെന്റ്സ് ആണ് നടക്കുന്നത്. 1/3 തട്ടണുള്ളൂ. അപ്പൊ എന്തിനാണ് ബാക്കി 2 അതിന്റെ ഇക്വേഷൻസ് ആണ്. ബാക്കിയുള്ളവരെങ്കിലും സെൻസ് ഉണ്ടാവാൻ വേണ്ടി. പക്ഷെ സെൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞേ. 9ന്റെ അവസാനം പറയുന്നില്ലേ, ഇത്ര പേര് പോലും മരിച്ചിട്ടും അവര് മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് യോഹന്നാന്റെ ഒരു വീക്ഷണമാണ്. അതായത് കുറച്ച് പേര് എന്ത് ചെയ്തു കഴിഞ്ഞാലും മാറില്ല. പക്ഷെ ഇത് നമ്മുടെ ഒരു ജീവിത അനുഭവത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടൂടെ? കുറച്ച് പേര് എന്ത് ചെയ്താലും മാറാൻ റെഡിയാവില്ല. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് അതികഠിനമായ പീഡകളും ഉണ്ടാവും. ദൈവം അങ്ങനെയെങ്കിലും ഇവർ അനുതാപത്തിലേക്ക്, അതായത് മരിക്കാൻ കിടന്നാലും മരിക്കില്ല. ഇങ്ങനെ നരകിപ്പിച്ചും ഇങ്ങനെ കെടുക്കും. അപ്പോൾ കൂടിയുള്ളവർക്ക് പ്രാർത്ഥനക്കാരെ അന്വേഷിക്കാൻ ഒരു പ്രേരണയാവും. അപ്പോൾ ഏതെങ്കിലും ആൾക്കാർ പറയും ഇന്നതാണ്, ഇങ്ങനെയാന്ന് പറയും. അന്വേഷിക്കുമ്പോൾ അത് ശരിയാന്ന് പറയും. അപ്പോൾ അവരോട് ഇവർക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബലികൾ അർപ്പിക്കാൻ പറയും, അല്ലേ? ഇതാണ് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനാകെ ഉത്തരം ദൈവബലി മാത്രമേ ഉള്ളൂ. ഇത് റിവേഴ്സ് ചെയ്യാൻ ആകെ ആർക്കാ സാധിക്കുക? ഈശോയ്ക്ക് സാധിക്കുള്ളൂ. അപ്പം നമ്മൾക്ക് ഈ ഉള്ള ദൗത്യമാണ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുക എന്നുള്ള. അപ്പോൾ ഈ മധ്യസ്ഥം ചെയ്യുന്നതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ 7ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റാണ് ട്രംഫറ്റ്. അതെപ്പോഴും 7ാമത്തത് അടുത്തയിലേക്കുള്ള ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ 7th സീൽ തുറന്നപ്പോൾ ട്രംഫറ്റ് തുടങ്ങി. ഇനി അതുപോലെ തന്നെ 7th ട്രംഫറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ ഉടനെ ഉണ്ടാവുന്ന ഏതാ? പാത്രങ്ങളാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്യാണ്. അവിടെ ആ കാര്യം എന്താണ്? ഒന്നിനെ ജീവൻ എടുക്കാൻ അനുവദിച്ചില്ല, പീഡ മാത്രം കൊടുത്തു. ഇവിടെ 3/1. അപ്പോൾ അത്രയും സ്ലോ ആണ്. ഒരു ട്രംഫറ്റ് കൊടുത്തു, 2ാമത്തെ ട്രംഫറ്റ് കൊടുത്തു. ഇനി 17 തൊട്ട് 19 വരെയുള്ള വായിക്കാം. ഞാൻ ദർശനത്തിൽ കുതിരകളെയും അവയുടെ പുറത്തിരുന്നവരെയും കണ്ടു. അവർക്ക് തീയുടെയും ഇന്ദ്രനീലക്കല്ലിന്റെയും ഗന്ധകത്തിന്റെയും നിറമുള്ള കവചങ്ങൾ ഉണ്ടായിരുന്നു. കുതിരയുടെ തലകൾ സിംഹങ്ങളുടെ തല പോലെ. അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടിരുന്നു. അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 മഹാമാരികൾ മൂലം മനുഷ്യരിൽ 1/3 മൃതരായി. ആ കുതിരകളുടെ ശക്തി വായിലും വാലിലുമാണ്. അവയുടെ വാലുകൾ സർപ്പങ്ങളെ പോലെയാണ്. അവയ്ക്ക് തലകളുണ്ട്. ആ തലകൾ കൊണ്ട് അവ മുറിവേൽപ്പിക്കുന്നു. ഇതൊക്കെയാണ് അവർ ചെയ്തു കൂട്ടുന്നത്. ഈ വെപ്പൺസിനെ കുറിച്ച് പറയുന്നത് വ്യാഖ്യാനമാണ്. പോസിബിലിറ്റി ദാറ്റ് ദർ വെപ്പൺ ഈസ് മൗത്തിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഫോൾസ് സ്പീച്ച്, പ്രൊപ്പഗാൻഡ ദാറ്റ് ലീഡ്സ് പീപ്പിൾ ടു സഫറിങ് ആൻഡ് ഡെത്ത്.
ഫ്യൂംസ് എന്ന് പറയുന്നത് മാസ് മീഡിയ ഓർ ദ ഇൻ്റർനെറ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇതൊരു വ്യാഖ്യാനം ആട്ടോ. ഇനി നമ്മൾ വീണ്ടും ഇത് നമ്മളിൽ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാട്ടോ 6-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും 6-ലാണല്ലോ നമ്മൾ എന്ത് കണ്ടു തുടങ്ങിയത്? സീല് കണ്ടു തുടങ്ങിയത്. 9-ൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് കാണുകയാണ്. ഇതിൻ്റെ ഉത്തരവാദി മനുഷ്യൻ്റെ പാപാവസ്ഥയാണ്, അല്ലാതെ ദൈവത്തിൻ്റെ ഒരു വാശിയല്ല. ഇവരെല്ലാം സൃഷ്ടിച്ചതിനെല്ലാം നശിപ്പിക്കാൻ ഒരിക്കലും ഒരാൾ വിചാരിക്കുന്നതല്ല, ഡെലിബറേറ്റ് വില്ലല്ല. ശരിക്കും ഈ മരണത്തിൻ്റെ ഉത്തരവാദി ആരാണ്? മനുഷ്യവർഗം പാപത്തിലേക്ക് നീങ്ങുന്നതാണ്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, നമുക്ക് ഈ മരണത്തെക്കുറിച്ച് വലിയൊരു ചിന്തയുള്ളത്, ദൈവത്തിന് നിത്യതയെക്കുറിച്ചാണ് ചിന്തയുള്ളത്. അതുകൊണ്ടാണ് ആത്മാവിൽ വളർന്നവർ എന്താണ് പറയുക? പാപത്തേക്കാൾ മരണമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോംപ്രമൈസ് ചെയ്യുന്നതിൽ ഭേദം അവർ വധിക്കപ്പെടാൻ റെഡിയാവും. കാരണം അവർക്ക് ഓൾറെഡി അറിയാം ഈ ബോഡിലി എക്സിസ്റ്റൻസിനേക്കാൾ ഇറ്റേണൽ പെർസ്പെക്റ്റീവാണ് കൂടുതൽ എന്നുള്ളത്. അപ്പോൾ ദൈവം നമ്മളെ നയിക്കാൻ ആഗ്രഹിക്കുന്നത് നിത്യതയുടെ ബാങ്ക്വറ്റ് ഹാളിലേക്കാണ്. സഭയുടെ പഠനം എന്താണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ? എല്ലാ ആത്മാക്കളും സ്വർഗത്തിൽ പോകണം തന്നെയാണ് സഭ ആഗ്രഹിക്കുന്നത്. അതിനുള്ള അവസരം പല രീതിയിലും ദൈവം മനുഷ്യന് കൊടുക്കും. ഇനി അങ്ങേയറ്റത്തെ അവസരം എന്താണെന്ന് നമുക്ക് മനസ്സിലും ആവില്ല ദൈവം കൊടുക്കുന്നത്. ഇനി ഈ ഫിസിക്കൽ ഡെത്ത് ഇതൊക്കെ കാണുമ്പോൾ ഒക്കെ ഒരേ ഒരു സ്ഥിതിയുള്ളൂ, അവർ കൺവേർട്ടഡ് ആവണം, നമ്മൾ കൺവേർഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് നമുക്കുള്ള മെസ്സേജ്. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ മറുതലിക്കാത്തവരാണെങ്കിൽ മറുതലിക്കാത്തവരുടെ ഉത്തരവാദിത്തമാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇനി 9-ലെ 20-ഉം 21-ഉം. മഹാമാരികൾ നിമിത്തം മൃതരാകാതെ അവശേഷിച്ചവർ തങ്ങളുടെ കരവേലയെപ്പറ്റി അനുദപിക്കുകയോ കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം, വെള്ളി, പിച്ചള, കല്ല്, തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതും ആയ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്തില്ല. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെക്കുറിച്ച് അവർ അനുദപിച്ചില്ല. എന്നാലും ഇവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. 1 തിമോത്തി 2:1, 3:4. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാതനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 3-4. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യം. എല്ലാവരും രക്ഷിക്കപ്പെട്ടു അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. കാരണം പൗലോസ്ലീഹ വീക്ഷണം എന്താണ്? എല്ലാവരും. അപ്പോൾ അതൊരു ഇതാണ്. പക്ഷേ ജോണിൻ്റെ വിഷൻ എന്താണ്? സെൻറ്റ് ജോണിൻ്റെ വിഷൻ എപ്പോഴും എന്താണ്? അതായത് കുറേ ഒരു മെജോറിറ്റി റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളത്. യാഥാർത്ഥ്യ ബോധം. ഇത് എന്ന് വിചാരിച്ച് ഇനി ഒന്നും ചെയ്യണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ചെയ്യുമ്പോൾ തന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഒരു മെജോറിറ്റി, വാസ്റ്റ് മെജോറിറ്റി റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളത്. ഇതെന്തിനാണ് ഇതൊക്കെ ഈ അവസാനത്തെ വാക്ക് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞൊരു ആൾക്കാർക്കുണ്ടാകുന്ന ടെംപ്റ്റേഷൻസ് 3 പറഞ്ഞില്ലേ? എന്താണ്? പേഗൻ കൾച്ചർ, സോഷ്യൽ എൻവയറമെൻറ്റ്, പെർസിക്യൂഷൻ. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് ഈ അവസാനം പറഞ്ഞ 2 വാക്കുകളുണ്ട്. അതായത് പേഗൻ റിലീജനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ വേർഷിപ്പിനോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്താൻ പോകുന്നത് ഈ സ്ഥലത്തേക്കാണ്. അതുകൊണ്ട് ദൈവികമായ വഴികളിലേക്ക് തിരിച്ചു വരാം. ജോൺസ് വേർഡ് serve as stern warning to Christians tempted to compromise with pagan religion. പേഗൻ റിലീജിയനോട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവിടെ തന്നെയാണ് എത്താൻ പോകുന്നത്. അങ്ങനെയൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വേർഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? കുറേ പ്രാവശ്യം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനെയാണ് ആരാധിക്കുന്നത്, ആ ആരാധനയാണ് നമ്മളിലേക്ക്, ആ സ്വഭാവ രീതികളാണ് നമ്മൾക്ക് വരുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം എന്താണ്? ആത്മാവാണ്. ആത്മാവായതുകൊണ്ട് ഫ്രീഡം ഉണ്ട്, അതല്ലേ? 2 കൊരിന്തോസ് 3:17 ഫ്രീഡം ഉണ്ട്. അപ്പോൾ നമ്മളിൽ ഫ്രീഡം ഉണ്ടാകും. അതിനനുസരിച്ചുള്ള
ദൈവിക സ്വഭാവം ഉണ്ടാകും. ലേവ്യർ 19:2, ലേവ്യർ 20:26, 1 പത്രോസ് 1:16 വായിക്കാം. 1 പത്രോസ് 1:16 വായിക്കാം. അപ്പോൾ ആ ക്വാളിറ്റി നമ്മളിൽ വരും. ലേവ്യർ 19:2 അത് തന്നെ. ആ ക്യാരക്ടർ നമ്മളിലേക്ക് വരും. അപ്പുറത്തുള്ളവൻ്റെ വർഷിപ്പാണ് നടത്തെങ്കിൽ എന്താണ്? യോഹന്നാൻ 8:44 നുണ പറയാൻ തുടങ്ങും, നുണ ജീവിക്കാൻ തുടങ്ങും, നിഷ്കളങ്കരായിരിക്കില്ല. അതായത് ട്രൂ വർഷിപ്പേഴ്സിന് ഉണ്ടാവുന്ന എന്നിട്ടാണ് 2 കൊരിന്തോസ് 3:16-18 ഇപ്പം നമ്മൾ പറഞ്ഞത്. ഐഡൽ വർഷിപ്പേഴ്സിന് ഉണ്ടാവുന്ന എന്നിട്ടാണ് സ്പിരിച്വൽ ബോണ്ടേജ്. ഏതാണത്? യോഹന്നാൻ 8:34 അത് വായിക്കാം. യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാവും. അടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിമയായതോടുകൂടി തന്നെ വാതിൽ തുറക്കും. ഇതാണ് പാപം. ഇത്തരം പാപങ്ങൾ ഗൗരവമായിട്ട് എടുക്കണമെന്ന് ഓരോ സമയം ഓരോരുത്തരോടും അതിൻ്റെ ചെറിയ സാധ്യതകൾ പോലും ക്ലോസ് ചെയ്യണം. പേടിച്ചിട്ടല്ല. ചിലപ്പോൾ വിചാരിക്കും എന്തിനാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത്ര ഇതാണ്. അത് ഇവൻ അത്ര കണ്ണിങ്ങാണ്. ഉൽപ്പത്തി 3:1 3:13 ആക്ട്സ് ഓഫ് ദ അപ്പോസിൽസ് 13:10 നമുക്ക് കൃത്യമാണ്. കൗശലം കൂടുതലാണ്. അതായത് ചെറിയൊരു പാപത്തിൽ കൂടെ പോലും ഈ പ്രവേശനം നോക്കിയിട്ട് പിന്നെ പ്രവേശനം സന്തോഷകരമായിട്ടുള്ള പ്രവേശന ഉത്സവമായിരിക്കും. പിശാച് അതിനുശേഷം കൊടുക്കുന്നത് കഠിനമായ പീഡയാണ്. അത് ക്രൂവലാണ്, അതിക്രൂവലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടോർമെൻ്റ് ആൻഡ് ഡെത്ത് കാണിക്കുന്നത്. ഇതെല്ലാം കാണിക്കുമ്പോഴും നമുക്കെപ്പോഴും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഏത്? ഇങ്ങനെയൊക്കെ അഫ്ലിക്ഷൻസ് കൊടുക്കുമ്പോഴും അതിൽ നിന്ന് ദൈവം മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി. അതാണ് നമ്മൾ മർക്കോസ് 5:18-20 വരെയും ലൂക്ക 8:2 1 കൊരിന്തോസ് 5:4-5 ഈ ഗുഡ് ന്യൂസ് പറയുന്നത്. ദൈവം അവിടുന്ന് പുറത്തു കൊണ്ടുവരാൻ, അതുകൊണ്ടാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് മിനിസ്ട്രി ഡെലിവറൻസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ എങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്താണ്? ലൈറ്റ് ഡാർക്ക്നെസ്സിൽ നിന്ന് ലൈറ്റിലേക്ക് നീങ്ങാന്നുള്ളതാണ്. അതാണ് കൊളോസസ് 1:13-14 പറയുന്നത്. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു റിലീസ് ചെയ്യും കുറച്ച് സമയത്തേക്ക്. അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റിന് മുമ്പ് ഇവനൊരു കുറച്ച് നേരത്തേക്ക് ഒരു സാധ്യത കൊടുക്കുന്നതാണ്. അതാണ് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വചനത്തിൽ കാണുന്നത്. 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കുവാൻ അവൻ പുറത്തു വരും. ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമാണ്, വി ആർ നൗ സ്റ്റാൻഡിങ് ഇൻ ദ ഫേസ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിക്കൽ കൺഫ്രണ്ടേഷൻ ഹ്യൂമാനിറ്റി ഹാസ് ഗോൺ ത്രൂ. വി ആർ നൗ ഫേസിങ് ദ ഫൈനൽ കൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ദ ചർച്ച് ആൻഡ് ദ ആൻറ്റി ചർച്ച്. Gospel versus anti-gospel. This confrontation lies within the plans of divine providence. അതിനെക്കുറിച്ചല്ല ഇത് ഉണ്ടെന്നുള്ളതല്ല, ഇത് ദൈവപരിപാലന ഈ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ ഇതിനെ അതിജീവിച്ച് പോകണം. അതായത് നമ്മൾ ഗലാത്യക്കാരുടെയും കൊറിന്തോസിലൊക്കെ പറയണം, വേറെ സുവിശേഷം, വേറെ ആത്മാവ്, പിന്നെ സഭകൾ തന്നെ വിചിത്രമായ സഭകൾ വരിക, ഓരോരുത്തരും തോന്നുന്ന സഭകൾ ഉണ്ടാക്കുക. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു തീരുമാനമാക്കാൻ തോന്നും, ലോകം അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനത്തെ കൺക്ലൂഷനിൽ എത്തരുതെന്ന് കത്തോലിക്ക സഭ കൃത്യമായിട്ട് എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാലങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഡിസേൺ ചെയ്തിട്ട് ഈ പറയുന്ന ഫയർ, സ്മോക്ക്, സൾഫർ അതാണല്ലോ ഉപയോഗിക്കുന്നത്, അത് ഇൻഹേൽ ചെയ്യാതെ മാക്സിമം നോക്കുക. അതായത് കുറേ എണ്ണം അവിടെ ഇവിടെ ഇരുന്ന് വഴിയെ പോകുന്നതിന് എല്ലാത്തിനും കമൻ്റ് എഴുതുന്നു. ഇത് മുഴുവൻ കമൻറ്റും വായിച്ച് അവർ പ്രതികരിച്ചതും ഇവർ പ്രതികരിച്ചതും എല്ലാം നമ്മൾ നോക്കി സമയം കളയാതിരിക്കുക എന്നാണ് ഒരു ഓപ്ഷൻ. എന്നിട്ട് നമുക്ക് പറ്റാവുന്ന വിധത്തിൽ അതിനെ എതിർക്കുക.
റെസിസ്റ്റ് ദ ഡെവിൾ വിൽ ഫ്ലീ. നമുക്ക് അതിൻ്റെ സ്വാധീനം, അതാണ് യാക്കോബ് 4:7 കാണുന്നതും, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എപ്പോഴുമുള്ള പ്രതീക്ഷ ഇവനെ തോൽപ്പിച്ചവനാണ് നമ്മുടെ ഉള്ളിലുള്ളത്. 1 യോഹന്നാൻ 4:4 തോൽപ്പിച്ചത് എങ്ങനെയാണ്? 1 യോഹന്നാൻ 3:8. എലിമിനേഷൻ നമ്മൾ കാണാൻ പോകുന്നത് വെളിപാട് 19:20. അപ്പോൾ ആ ഇറ്റേണൽ ഡിഫീറ്റ് ഉണ്ട് എന്ന് വെളിപാട് നമ്മളെ നേരത്തെ ഇവൻ എത്ര മിമിക്രി കാണിക്കുമ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, ഒരു ശ്വാസം കൊണ്ട് അന്തിക്രിസ്തു അവസാനിക്കും, പിന്നെ പിശാചും അവൻ്റെ എല്ലാ കാര്യങ്ങളും പോകാനുള്ള സ്ഥലവും പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോവും. ആ ദർശനമാണ് നമ്മളെ എപ്പോഴും പ്രചോദിപ്പിക്കേണ്ടത്. ഇതാണ് 9-ാം അധ്യായം. ഇനി 5-ാം അധ്യായത്തിൽ നമ്മൾ എന്താ കണ്ടത്? എന്ത് കണ്ടു? ചുരുൾ കണ്ടു. ഇപ്പോഴേ വീണ്ടും അപ്പോൾ ദൈവം ഇനി ചുരുളിലേക്ക് ആണ് 10-ാം അധ്യായം. മൈറ്റി ഏഞ്ചൽ ആൻഡ് എ സ്മോൾ ഓപ്പൺ സ്ക്രോൾ. അപ്പോൾ അതിൽ നമുക്ക് 10:1-2 വായിക്കാം. മേഘാവൃതരും ശക്തനുമായ വേറൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന്റെ ശിരസിന് മീതെ മഴവില്ല്, മുഖം സൂര്യനെ പോലെ, ഞങ്ങൾ അഗ്നിസ്തംഭങ്ങൾ പോലെയും. അവന്റെ കയ്യിൽ നിവർത്തിയ ചെറിയൊരു ഗ്രന്ഥചുരുളുണ്ടായിരുന്നു. അവൻ വലതുകാൽ കടലിലും ഇടതുകാൽ കരയിലും ഉറപ്പിച്ചു. വെളിപാട് 5:2 നോക്കിയേ, ശക്തനായ ദൂതനെ. ഇനി വെളിപാട് 1:1 നോക്കിയേ, ദാസന് ഒരു ദൂതനുണ്ട് അവിടെ. വെളിപാട് 22:6 നോക്കിയേ. അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ കുറേ ഡിവൈൻ ആട്രിബ്യൂട്ട്സ് ഈ മാലാഖയ്ക്കുണ്ട്. ഇനി നമുക്ക് ആ ചുരുളിനെ കുറിച്ചൊന്ന് തുടർന്ന് വായിച്ചോ. അവന്റെ കയ്യിൽ നിവർത്തിയ ചെറിയൊരു അതെന്താണ് അതിൻ്റെ ഒരു കേസ്? എന്താണ് ഈ? അപ്പോൾ ഒരു വലുത് തുറന്നപ്പോൾ ഉണ്ടായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതൊരു ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റേത് ടോട്ടാലിറ്റി ഓഫ് പ്ലാൻ മൊത്തം കാണിച്ചു കൊടുത്തു. ഇനി ഒരു ചെറിയൊരു സാധനമാണ് ഇത് വിഴുങ്ങാനോ പറഞ്ഞിട്ടുള്ളൂ. ഇത് എഴുതി വയ്ക്കാൻ ഇതിനകത്ത് അത് വരും, നമ്മുടെ അങ്ങോട്ട് വരും. ഇത് പറയുന്നത് ഇത് പ്രൊഫസി ചെയ്യാനല്ല, അത് അതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം. അല്ലെങ്കിൽ ആ വചനം വായിക്കാം. 10:8-11 വരെ ഒന്ന് വായിച്ചാൽ വീണ്ടും നമുക്ക് വായിക്കാം. ഒന്നിപ്പോൾ ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, കടലിലും കരയിലും ഉറപ്പിച്ചിരിക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് ഈ ചുരുൾ വാങ്ങുക. ഞാൻ ദൂതന്റെ അടുത്ത് നിന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക, എന്റെ ഉദരത്തിൽ ഇത് കയ്പായിരുന്നു. ഇനി നമുക്ക് 10:2b മുതൽ 4 വരെ വായിക്കാം. സിംഹഗർജനം പോലെ ഭയങ്കര സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ 7 ഇടിനാദങ്ങൾ മുഴങ്ങി. ആ 7 ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി. സ്വരം പറയുന്നത് കേട്ടു. ആ 7 ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമായിരിക്കട്ടെ, രേഖപ്പെടുത്തരുത്. അത് രേഖപ്പെടുത്തണ്ടാന്ന്. അത് അവനോട് വിഴുങ്ങാനാ പറയുന്നത്. പിന്നെ അത് കണ്ട കാര്യങ്ങളൊക്കെ വിഴുങ്ങാൻ പറയാണ്. അപ്പോൾ ഇവിടെ എന്തിനാണ് സീ ആൻഡ് ലാൻഡ്? അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം അധികാരമാണ് പറയുന്നത്, ടോട്ടൽ അധികാരം. ഇത് നമ്മൾ വീണ്ടും തിരിച്ചു വരും ഈ ഒരു കാര്യത്തിൽ 5-7 വരെ വായിക്കുമ്പോൾ. ഇതൊന്ന് മനസ്സിൽ വെക്കുക, കടലും കരയും. കാരണം ഇതൊരു ഓത്ത് ഇടിപ്പിക്കുന്നുണ്ട്. അതൊരു കവനൻ്റാണ്. ആ കവനൻ്റ് നമ്മൾ പറഞ്ഞ നേരത്തെ കാര്യത്തിലേക്കാണ് അവിടെ കൊണ്ടുവരുന്നത്. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഇതെന്തുകൊണ്ട് റിവീൽ ചെയ്യുന്നത്? അതായത് ദൈവം എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദാനിയേൽ 12:4, 2 കൊറിന്തോസ് 12:4. ദാനിയേലേ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. 2 കൊറിന്തോസ് 12:4. അവാച്യവും മനുഷ്യന് വിവരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. ഇത് ആത്മീയ ജീവിതത്തിൽ ഒരു ലെവൽ കഴിഞ്ഞിട്ട് ദൈവം വളർത്തുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ആത്മീയ അനുഭവം, ആത്മീയ രഹസ്യം വഴിയെ പോണ എല്ലാവർക്കും വിളമ്പരുത്. അതോടുകൂടി നശിച്ചു പോകും. നമ്മൾ വിചാരിക്കും അവർക്ക് ഉപകാരമാവുമെന്ന് വെച്ചിട്ട് പോയി കൊടുക്കും. അതിൻ്റെ ഇഫക്റ്റ് നേരെ ആത്മീയ അസൂയാണ്. അതിലൂടെ അത് നശിച്ചു പോകും. പിന്നെ നമുക്കത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എവിടെയോ എത്തി എന്നുള്ളൊരു തോന്നലും ഉണ്ടാവും.
അപ്പോൾ നമ്മുടെ പാപം കൊണ്ടും അതായത് നമ്മുടെ അഹങ്കാരം കൊണ്ടും മറ്റുള്ളവരുടെ അസൂയ കൊണ്ടും ദൈവം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് തലത്തിൽ വെക്കണം. ചിലത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കാനുള്ളതുണ്ടാവും, പക്ഷെ ചിലത് പറയാൻ പാടില്ല. സ്പിരിച്വൽ ഏരിയയിൽ ചിലത് പറയാൻ പാടില്ല. അവിടെയാണ് സ്ട്രെങ്ത് ഇരിക്കുന്നത്. അത് ഗോപ്യതയല്ല. കാരണം നമ്മൾ പ്രഭാഷകനിൽ വായിക്കും, രഹസ്യം കാത്തു സൂക്ഷിക്കുക, രഹസ്യം സൂക്ഷിക്കുക, അത് കൃപ സൂക്ഷിക്കുക എന്നാണ് അതിന് പറയുന്നത്. കൃപ സൂക്ഷിക്കുന്നതിന് ചില വേലികൾ വേണം. അതിങ്ങനെ തുറന്ന് ആർക്കും വന്ന് കയറി പോവാവുന്ന ഒരു സത്രമല്ല ആത്മീയ ജീവിതം നയിക്കുന്നവർ, അതായത് സീരിയസ് ആയിട്ട് ആത്മീയ ജീവിതം നയിക്കുന്നവർ. അപ്പോൾ ചില കാര്യങ്ങൾ നടക്കുന്നത് വരെ ചിലവരോട് പറയരുത്. അത് വഴിമുടക്കികളായിട്ട് വീഴരുത് ആത്മാവിൻ്റെ തലത്തിൽ എന്ന് വിചാരിച്ച് അത് വായിച്ചേ. സുഭാഷിതം 11:13. യേശുവിനെ പറഞ്ഞു നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു, വിശ്വസ്തൻ രഹസ്യം സൂക്ഷിക്കുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിലെ വിശ്വസ്തതയുടെ ഒരു ലക്ഷണമാണ് രഹസ്യം സൂക്ഷിക്കാന്ന്. മറ്റുള്ളവരോട് രഹസ്യം സൂക്ഷിക്കുന്ന പോലെ ദൈവം തരുന്ന രഹസ്യങ്ങളും സൂക്ഷിക്കണം, കാത്തിരിക്കണം. വെറുതെ കിട്ടിയപ്പോൾ തന്നെ വഴി പോകുന്നവരോടും കാണുന്നവരോടും ഒക്കെ പറയരുത് എന്ന് വിചാരിച്ച് പറയേണ്ടത് പറയണം, ചിലത് ഹോൾഡ് ചെയ്യണം. റെവലേഷൻ 10:5-7 അതാണ് നമുക്ക് കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ വലത് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി. അതെന്താണ്? കവനന്റിലാണ്. അതായത് ഇത് പറയില്ലേ, ഓത്തെടുക്കുന്നതാണ്. എന്നിട്ട് ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന്റെ ഇനി കാലവിളമ്പ് ഉണ്ടാകും. 7ാമത്തെ ദൂതൻ മുഴക്കാനിരുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തി ആകും. ഇതാണ് ദൈവം പണ്ട് മുതലേ രഹസ്യം ഇത് ചെയ്തിട്ടുള്ളതാണ്. ഈ ഓത്താണ് ചെയ്യിപ്പിക്കണം. ഇത് പൂർത്തിയാക്കണം. പൗലോസ്ലിയുടെ ഭാഷയിൽ അതെന്താണ് ആ രഹസ്യം? യഹൂദരും വിജാതീയരും എല്ലാവരും അറിയണം. എഫേഷ്യൻസ് 3:4. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൊളോസസ് 1:27. ഈ രഹസ്യത്തിന്റെ മഹത്വം വിചാരരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് തന്നെ അത് ബോധ്യപ്പെടുത്തി കൊടുത്ത് അത് ജീവിക്കുന്നവരെയാണ് ദൈവം, അതായത് സ്വന്തമാക്കിയവരെയാണ് ദൈവം അന്വേഷിക്കുന്നതും. ആ രഹസ്യമാണ്, അതിനാണ് ഈ കവനന്റ് നടത്തുന്നത്. അതന്നെയാണ് നമ്മൾ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയത്, നമ്മൾ വായിച്ചതാണ് 11:25-26. ഇനി പൗലോസ്ലിയയുടെ കണ്ണിക്കൂടെ കരയും കടലും എടുക്കുക. കടൽ എന്താണ്? വിജാതീയരാണ്. കര എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇനി ഒന്നും കൂടിയും വെളിപാട് 10:5-7 വരെ വായിച്ചു. കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിലാണ് ഇട്ടു. ഇനി കാലവിളമ്പം ഉണ്ടാവുകയില്ല. 7ാമത്തെ ദൂതൻ മുഴക്കാനിരുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തന്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതന്റെ കയ്യിൽ. അപ്പൊ നമ്മൾ ഇപ്പൊ വീണ്ടും പഴയ കാര്യം തന്നെ പറയാണ്. നമ്മൾ ഒരു ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കും ദൈവം പെട്ടെന്ന് വന്നാൽ കൊള്ളാമെന്നുണ്ട്, ആ സമയം അറിഞ്ഞാൽ കൊള്ളാമെന്നും ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ടെംപ്റ്റേഷനിലേക്ക് ദർശനത്തിലായാലും നമ്മൾ പോകരുത്. കർത്താവ് എന്നാ വരുന്നതെന്നുള്ള ദർശനം കാണാൻ പോകണ്ട. അത് കർത്താവ് തന്നെ വേണ്ടെന്ന് വെച്ചില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ. അല്ലാണ്ട് പുത്രന് അറിയാണ്ടല്ല, മാനുഷിക തലത്തിൽ പുത്രൻ വേണ്ടാന്ന് വെച്ചത്. നമ്മൾ എന്തിനാണ് മാനുഷിക ജീവിതം നയിക്കുമ്പോൾ അതറിയാൻ വേണ്ടി നടക്കുന്നത്? അതിൻ്റെ എറർ മനസ്സിലായില്ലേ? പുത്രന് അവിടെ നിന്ന് വന്നപ്പോൾ ഇതും കൂടിയും അറിഞ്ഞിട്ട് പോരായിരുന്നു. ഒരാൾ അറിഞ്ഞുകൊണ്ട് തന്നെ
അത് വേണ്ടാന്ന് വെക്കുമ്പോൾ നമ്മൾ ഇനി വരാൻ പോകുന്ന സമയത്തെക്കുറിച്ച് അറിയാനും അതിനനുസരിച്ച് പ്രവചിക്കാനും നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 673. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇതിനെക്കുറിച്ച് വെച്ചേക്കുന്നത്. എന്താണ് പറയുന്നത്? എന്ത് സുന്ദരമാണെന്ന് നോക്കിയാൽ. അസെൻഷൻ മുതൽ ഈ സമയം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് വരാനുള്ള നമുക്കൊന്ന് റെവലേഷൻ 22:20 വായിക്കാതെ. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നത് ഞാൻ വേഗം വരുന്നു. കർത്താവായ യേശുവേ വരണമേ. അത് അന്ന് മുതൽ തുടങ്ങിയതാണ്. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, ആക്ട്സ് ഓഫ് അപ്പോസിൽസ് 1:7 അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. അതായത് ഇത് മാർക്കോസ് 13:32 എണ്ണവചനമാണ്. പുത്രൻ പോലും അറിയണ്ട, നമ്മൾ അറിയേണ്ട കാര്യമില്ലാന്ന്. നമുക്ക് ഇതിലെ 8 തൊട്ട് 11 വരെ വായിക്കാം. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക. ഞാൻ ദൂതന്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക, നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഇത് നമുക്ക് ജെറമ്യ 15:16 അറിയാം, പിന്നെ എസെക്കിയേലിൽ അറിയാം. പിന്നെ എസെക്കിയേലിലും ഈ അനുഭവം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഏത് ഈ ഒരു അതെവിടെയാണ്? 3:14 ഉയരത്തിലൂടെ വലിച്ചുകൊണ്ട് പോയി. വ്യാകുലന് അമർഷം കൊണ്ടവനുമായിട്ടാണ് ഞാൻ പോയത്. എന്നാൽ ദൈവത്തിന്റെ ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യം, ഇത് കഴിഞ്ഞാൽ എന്താണ് തുറക്കാൻ പോകുന്നത്? ട്രംഫറ്റ് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കാണേണ്ടി വരും. എന്താ ഹാർഡ്ഷിപ്പാണ് വരുന്നത്, അതിനെക്കുറിച്ചാണ്. 10:11 വായിക്കും. വീണ്ടും ഞാൻ കേട്ടു, നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും ഭക്തന്മാരെയും കുറിച്ച് പ്രവചിക്കണം. ഇത് വേൾഡ് വൈഡ് സിഗ്നിഫിക്കൻസ് ഉള്ള കാര്യമാണ് ഈ കാര്യം. ഈ പറയുന്ന പ്രൊഫസി ഉണ്ടല്ലോ, 10-ാം അധ്യായം ക്ലോസ് ചെയ്യും.